താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ തുമ്പ് തേടി സിബിഐ സംഘം താനൂരിൽ ജിഫ്രിയെ മർദ്ദിച്ച പോലീസ് ക്വാർട്ടേഴ്സിൽ തെളിവെടുപ്പ്. ഇന്ന് രാവിലെയാണ് അന്വേഷണ സംഘം താനൂരിൽ എത്തിയത്. ക്വാർട്ടേഴ്സിൽ മണിക്കൂറുകൾ നീണ്ട തെളിവെടുപ്പ്. അന്വേഷണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും നീളുമെന്ന് സൂചന. താനൂർ കസ്റ്റഡി കൊലപാതകത്തിലെ നിർണായക തെളിവുകൾ തേടിയാണ് സിബിഐ സംഘം താനൂരിലെത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലെ പരിശോധന നടത്തിയത്. ഇവിടെ പരിശോധന തുടരുകയാണ്. അന്വേഷണം സിബിഐ ഏറ്റെടുത്തിട്ട് മാസങ്ങളായെങ്കിലും തെളിവെടുപ്പ് നടപടികളിലേക്ക് കടന്നിരുന്നില്ല. താമർ ജിഫ്രിയെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചതും മർദ്ദിച്ചതും ക്വാർട്ടേഴ്സിൽ വെച്ചായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതുവരെയും ക്വാർട്ടേഴ്സിലാണ് ജിഫ്രിയെ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നുള്ള ശാസ്ത്രീയ തെളിവുകൾ കേസിൽ നിർണായക തുമ്പാകുമെന്നാണ് സിബിഐ സംഘം കരുതുന്നത്. ജിഫ്രിക്ക് താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് ക്രൂരമർദ്ദനമേറ്റെന്നാണ് മൊഴി. ഇതിനെ ബലപ്പെടുത്തുന്ന തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ ശേഖരിക്കാനാണ് ശ്രമം. ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിൽ ദൃക്സാക്ഷികളായ ചേളാരി സ്വദേശികളായ മൻസൂർ ഇബ്രാഹിം, തിരൂരങ്ങാടി സ്വദേശി KT മുഹമ്മദ്, താനൂർ സ്വദേശികളായ ജബീർ, ഫാസിൽ, കൂമണ്ണ സ്വദേശി ആബിദ് എന്നിവരുടെ മൊഴി സിബിഐ നേരത്തെ എടുത്തിരുന്നു. ആലുങ്ങലിലെ വാടകമുറിയിലും താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലും താനൂർ പോലീസ് സ്റ്റേഷനിലും താമർ ജിഫ്രിക്ക് സംഭവിച്ചത് നേരിട്ട് കണ്ടവരായിരുന്നു യുവാക്കൾ. അവർ കേസിലെ പ്രധാന സാക്ഷികളാണ്. കേസിൽ 4 പേരെയാണ് നിലവിൽ സിബിഐ പ്രതി ചേർത്തിട്ടുള്ളത്. ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 പോലീസ് കസ്റ്റഡിയിൽ ജിഫ്രി മരണപ്പെട്ടത്. ആദ്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ അന്വേഷണം പിന്നീട് സിബിഐക്ക് വിടുകയായിരുന്നു. ആദ്യമായാണ് സിബിഐ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ചോദ്യം ചെയ്തേക്കുമെന്ന് അറിയുന്നു. നേരത്തെ മരണത്തെ തുടർന്ന് ആരോപണ വിധേയരായ പോലീസുകാരുമായി ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ ടെലിഫോൺ സംഭാഷണം ഉൾപ്പെടെ പുറത്തുവന്നിരുന്നു. അവരുടെ ഒത്താശയോടെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കയ്യിൽപ്പെടാതെ പോലീസുകാർ കഴിഞ്ഞിരുന്നത്. അതിനാൽ ഒളിവിലുള്ള പോലീസുകാരെ കണ്ടെത്താൻ ഉന്നതരിലേക്കും അന്വേഷണം നീളാൻ സാധ്യത ഏറെയാണ്. താമർ ജിഫ്രിയുടെ കസ്റ്റഡി ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നതിനാൽ അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടാകും. ഇൻസ്പെക്ടർ മുരളീധരൻ, സബ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിൻഡോ, അരുൺ, ബിബിൻ എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സംഘം. എഡിറ്റർ ലൈവ്, താനൂർ.